ഹലോ ഓൾ വീട്ടാലൻ്റെ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീട്ടാലൻ്റെ പി എസ് സിയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ പുതിയതായിട്ട് പി എസ് സി വിളിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി LGS എന്ന് പറയുന്ന തസ്തികയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടാണ്. അതായത് ഡിഗ്രി ഇല്ലാത്തൊരു ആളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ സപ്ലൈ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് യൂണിവേഴ്സിറ്റി LGS എന്ന് പറയുന്നത്. ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പരിചയമുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ യൂണിവേഴ്സിറ്റി LGSന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 697/2022 ആണ്. അതായത് അപ്ലൈ ചെയ്യാനുള്ള യൂണിവേഴ്സിറ്റി LGS തസ്തികയുടെ എക്സാം എഴുതുന്നതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 1-ാം തീയതിയാണ്. ഡിപ്പാർട്ട്മെന്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള. അതുപോലെ നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് ആണ്. ശമ്പള സ്കെയിൽ നോക്കുവാണെങ്കിൽ 23,000 മുതൽ 50,200 വരെയാണ്. ക്വാളിഫിക്കേഷൻ 7th പാസ്സാണ്. അതുപോലെ തന്നെ 7th പാസ്സും ആണ്. ഒരിക്കലും നിങ്ങൾക്കൊരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല. അതായത് ഡിസംബർ 31-നാണ് നോട്ടിഫിക്കേഷൻ വന്നത്, 2022 ഡിസംബർ 31-ന്. അപ്പം ആ ഒരു സമയം വരെയും നിങ്ങൾക്ക് ബിരുദം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല. ഓക്കെ, ഇനി എക്സാം ടൈപ്പ് എന്ന് പറയുമ്പം 10th പ്രിലിംസും അതുപോലെ തന്നെ മെയിൻസിലൂടെ ആയിരിക്കും എക്സാം ടൈപ്പ് കടന്നു പോകുക. ഇനി നമുക്കൊരു ഏകദേശം എക്സാം പ്രതീക്ഷിക്കാവുന്നത്, ഇപ്പോൾ പ്രിലിംസ് ആണെന്നുണ്ടെങ്കിൽ ഈ വർഷം ഓഗസ്റ്റോടുകൂടി, നമുക്ക് സെപ്റ്റംബറോടുകൂടി നമുക്ക് ഒരു പ്രിലിമിനറി പ്രതീക്ഷിക്കാൻ സാധിക്കും. ഇനി മെയിൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത വർഷം ഫസ്റ്റോടുകൂടി യൂണിവേഴ്സിറ്റി LGSന്റെ മെയിൻസ് എക്സാം എഴുതാനായിട്ട് പറ്റും. ഇനി ഇതിൽ അപേക്ഷിക്കാവുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് എഴുതാം. പക്ഷേ ഈ റിസർവേഷൻ, അതായത് ഏജ് റിലാക്സേഷൻ ഉള്ള കാറ്റഗറീസ് അതിനനുസരിച്ച് ഏജ് വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റി LGS എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആദ്യമായിട്ട് വിളിക്കുന്ന ഒരു തസ്തിക ആയതുകൊണ്ട് തന്നെയും ബൾക്കായിട്ടുള്ള ഒരു വേക്കൻസി നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ തന്നെ ഈ ഒരു ടൈമിനുള്ളിൽ തന്നെ 1,00,000-ൽ കൂടുതൽ പേര് അപേക്ഷിച്ച് കഴിഞ്ഞ ഒരു തസ്തിക കൂടിയാണ് യൂണിവേഴ്സിറ്റി LGS. അതുകൊണ്ട് തന്നെ അപേക്ഷിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ കൊടുക്കുക. നമ്മളുടെ PSCയുടെ 1 ടൈം രജിസ്ട്രേഷനിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. ഇനി ഈ ഒരു തസ്തികയെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, യൂണിവേഴ്സിറ്റി LGS എന്ന് പറയുന്നത് അധികം കോമ്പറ്റീഷൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു LDC പോലെയുള്ള തസ്തികളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെ 10th ക്വാളിഫിക്കേഷനും +2 ക്വാളിഫിക്കേഷൻ ഉള്ളവരും ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരും അതിന് മുകളിലുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവരൊക്കെ എഴുതുന്ന ഒരു എക്സാമാണ് LDC എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു LGSനെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എഴുതാനായിട്ട് സാധിക്കില്ല. അപ്പം +2 വരെയുള്ളവർ, അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ വരില്ല. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, ഒരു 2000-ൽ പരം ഒരു 3000-ഓളം ഒഴിവുകൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു തസ്തികയാണ് ഈ പറയുന്ന യൂണിവേഴ്സിറ്റി LGS എന്നും കൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അത് മാത്രമല്ല, എക്സാമിന് നമ്മുടെ മുൻപിൽ ടൈം ഒരുപാടുണ്ട്. അടുത്ത വർഷം ആകുമ്പോഴാണ് ഇതിന്റെ മെയിൻസ് എക്സാം ഉണ്ടാവുക. നമുക്ക് മെയിൻസ് എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് 2 ഘട്ടമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ PSC എക്സാം നടത്തിക്കൊണ്ടിരിക്കുന്നത്, പ്രിലിംസും അതുപോലെ തന്നെ മെയിൻസും. അപ്പോൾ പ്രിലിംസ് എന്ന് പറയുന്ന ഒരു കടമ്പ കടക്കാതെ നമുക്ക് ഒരിക്കലും മെയിൻസിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ആദ്യം പ്രിലിമിനറിയുടെ സിലബസ് എന്താണ് എന്ന് നോക്കി പ്രിലിമിനറിക്ക് വേണ്ടി പഠിച്ച് അതിനുശേഷം മെയിൻസ് എക്സാമിലേക്ക് പോവുക. ഇനി ഇവിടെ നമ്മൾ മെയിൻസും അതുപോലെ തന്നെ പ്രിലിംസും സിലബസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം സെയിം സിലബസ് ഒക്കെയാണ് വരുന്നത്. അതിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പം മെയിൻസിന് പഠിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഇപ്പം മുതൽ ഇരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒരുപാട് ഒഴിവുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ഡിഗ്രിക്കാർ എഴുതുന്നില്ല, ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുൻപിലുണ്ട്. ഓക്കെ, ഇപ്പോൾ ചിലർ പഠിക്കും എങ്ങനെ, സ്റ്റാർട്ടിംഗ് ഒക്കെ പഠിച്ചിട്ട് അവസാനം എത്തുമ്പോഴത്തേക്കും അതിൻ്റെ ചൂടൊക്കെ പോയി, വേണ്ട ഇനി സമയം ഉണ്ടല്ലോ, പ്രിലിമിനറി ഡേറ്റ് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് മടിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ടാകും. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം ഈ ഒരു തസ്തികയിൽ ഇപ്പോൾ ഇംഗ്ലീഷ്, ഇപ്പോൾ ഇതിൻ്റെ ഒരു സിലബസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി LGSൽ ഇംഗ്ലീഷ് ഇല്ല. സോ ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ടാകും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു നല്ലൊരു അവസരമായിട്ട് ഇതിനെ കണക്കാക്കുക. മാക്സിമം
ഈ ഒരു ടൈം നിങ്ങൾക്ക് എക്സാം വരെയുള്ള ഈ ടൈമിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് പ്രിലിംസിന്റെ സിലബസ് എന്താണ്, മെയിൻസിന്റെ സിലബസ് എന്താണ്, അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ പ്രിലിമിനറിയുടെ സിലബസ് ആണ് നിങ്ങൾക്ക് ഈ കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഏതൊരു പ്രിലിമിനറി 10th പ്രിലിമിനറി എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ 10th പ്രിലിമിനറിയുടെ സിലബസ് ആണ് നമ്മൾ ഇനി ഫോളോ ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം ഏറെ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അതിൽ എന്താ പറയുക ടോപ്പിക്കുകൾ വലിയ മാറ്റങ്ങളൊന്നും വരാനായിട്ട് സാധ്യതയില്ല. സോ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിലുള്ള കഴിഞ്ഞ 10th പ്രിലിമിനറിയുടെ അതേ സിലബസ് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്ക് ഡിവൈഡേഷനെ കുറിച്ച് നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് ആയിട്ട് പറയുന്നത് ജനറൽ നോളേജ്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ആൻഡ് റിനൈസൻസ് ഇൻ കേരള. ഈ 3 ടോപ്പിക്കിനും കൂടെ 60 മാർക്കാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. അതായത് ശാസ്ത്ര സാങ്കേതിക മേഖല, അതുപോലെ തന്നെ കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല, ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലിക സംഭവങ്ങൾ. അതായത് എടുത്തു പറയുന്നത് കറണ്ട് അഫെയർ ആണ്. ഇവിടെ പറയുന്നത് 10 മാർക്ക് കറണ്ട് അഫെയർ. ഓക്കെ, അപ്പൊ കിട്ടിയല്ലോ. കേരളത്തിലെയും ഇന്ത്യയിലും ഈ പറയുന്ന മേഖലകളുടെ കറണ്ട് അഫയേഴ്സ് ആണ് ഫസ്റ്റ് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ടോപ്പിക്കായിട്ട് പറയുന്നത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതുപോലെ അതിർത്തികൾ, അതിരുകൾ, ഊർജ്ജ മേഖല, ഗതാഗത വാർത്താവിനിമയ മേഖല, അവയിലുണ്ടായിരുന്ന പുരോഗതി, പ്രധാന വ്യവസായങ്ങൾ എന്നിവയാണ് രണ്ടാമതായിട്ട് പറയുന്നത്. അതായത് ഇവിടെ നമുക്ക് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം എന്ന് നമുക്ക് ആലോചിച്ചുകൂടെ, എന്താണ്? ഇന്ത്യൻ ജോഗ്രഫിയാണ് പറയുന്നത്. അപ്പം കറണ്ട് അഫയേഴ്സിന് 10 മാർക്ക് പറഞ്ഞു. അതുപോലെ 60 മാർക്കിൽ കറണ്ട് അഫയേഴ്സിന് 10 മാർക്ക്, ഇന്ത്യൻ ജിയോഗ്രഫിക്ക് 10 മാർക്ക്. അപ്പൊ 20 മാർക്ക് ഇപ്പൊ തന്നെ ആയല്ലോ. ഇനി അടുത്തത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള മുന്നേറ്റങ്ങള്, ദേശീയ പ്രസ്ഥാനങ്ങള്, സ്വാതന്ത്ര്യാനന്തരം നേരിട്ട പ്രധാന വെല്ലുവിളികൾ. ഇതെന്താണ് പറയുന്നത്? ഹിസ്റ്ററിയാണ്. ഓക്കെ, എന്താണ്? ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വരുന്ന ഭാഗങ്ങളാണ് ഈ ഒരു 10 മാർക്ക്. അപ്പൊ 30 മാർക്ക് ആയല്ലോ. ഈ ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾ, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷനെ സംബന്ധിച്ചിട്ടുള്ള അറിവുകൾ. അതായത് ഈ പാർട്ടിൽ വരുന്നത് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ എത്ര മാർക്കാണ്? 10 മാർക്ക്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ 10 മാർക്ക്, ഹിസ്റ്ററി 10 മാർക്ക്, ഇന്ത്യൻ ജോഗ്രഫി 10 മാർക്ക്, കറണ്ട് അഫെയർ 10 മാർക്ക് കിട്ടിയല്ലോ. ഇനി കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനം, മത്സ്യബന്ധനം, കായികരംഗം തുടങ്ങിയ കുറിച്ചിട്ടുള്ള അറിവ്. അതായത് കേരള ജോഗ്രഫി. ഓക്കെ, കേരള ജോഗ്രഫി. അപ്പം ഇവിടെ കേരള ജോഗ്രഫിക്ക് 10 മാർക്ക്, അതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫിക്ക് 10 മാർക്ക്. ഓക്കെ, ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായ മുന്നേറ്റങ്ങൾ, അതിന് പിന്നിൽ പ്രവർത്തിച്ചവര്, കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണം, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, VT ഭട്ടതിരിപ്പാട്. അതായത് ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിനൈസൻസ്. ഓക്കെ, കേരള റിനൈസൻസ്, ഇന്ത്യൻ റിനൈസൻസും കേരള റിനൈസൻസും, അതായത് ഇന്ത്യൻ റിനൈസൻസ് അതിന്റെ ലീഡേഴ്സ്. ഓക്കെ, അതുമായി സംബന്ധിച്ചിട്ടുള്ള 10 മാർക്ക്. അപ്പൊ 60 മാർക്ക് ഇവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞു. 10, 20, 30, 40, 50, 60 മാർക്ക് ഇവിടെ GK വന്നു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള 40 മാർക്ക് ഡിവൈഡേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ സയൻസിന് മൊത്തമായിട്ട് കൊടുത്തിരിക്കുന്നത് 20 മാർക്കാണ് സയൻസിന്. അതിൽ 10 മാർക്ക്, 20 മാർക്കിലത്തെ 10 മാർക്ക് എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ സയൻസിനാണ്. അപ്പൊ ജനറൽ സയൻസിന്റെ 10 മാർക്ക് എന്തിനുള്ളതാണ്? നാച്ചുറൽ സയൻസിനുള്ളതാണ്. അതായത് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങൾ, രോഗകാരികൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങളും വനവിഭവങ്ങളും, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. അതായത് ബയോളജിക്ക് 10 മാർക്ക് അങ്ങനെ കണക്കാക്കുക. ബയോളജിക്ക് 10 മാർക്ക്. ഇനി ഇവിടെ പറയുന്നുണ്ട് ബാക്കിയുള്ള 10 മാർക്ക്, ജനറൽ സയൻസിൽ ബാലൻസ് വരുന്ന 10 മാർക്ക് കെമിസ്ട്രിയും ഫിസിക്സും കൂടെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. കെമിസ്ട്രിക്ക് 5 മാർക്ക്, ഫിസിക്സിന് 5 മാർക്ക്, അങ്ങനെ 10 മാർക്ക്. അപ്പൊ എന്തൊക്കെയാണ് ഫിസിക്സിൽ വരുന്നതും കെമിസ്ട്രിയിൽ വരുന്ന ടോപ്പിക്കുകളൊക്കെ നോക്കാം. ആറ്റവും ആറ്റത്തിന്റെ ഘടനയും, അതുപോലെ അയിരുകളും ധാതുക്കളും, മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, അതുപോലെ രസതന്ത്രം, ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും അതിന്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയുധവും സവിശേഷതകളും, ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് 10 മാർക്ക്. അപ്പൊ സയൻസിന്റെ 20 മാർക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് മനസ്സിലായല്ലോ. 10 മാർക്ക് എന്താണ്? ബയോളജി. അതായത്
നിങ്ങൾ ഒന്ന് മാത്രം നോട്ട് ചെയ്തിരിക്കുക. പ്രിലിമിനറിയിൽ സയൻസ് എന്ന് പറയുമ്പം അതിൽ ബയോളജിയുടെ ഭാഗങ്ങൾക്കും അതുപോലെ ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള മേഖലകൾക്ക് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം ഇവിടെ കെമിസ്ട്രിക്കും ഫിസിക്സിനും കൂടി ഇത്രയും ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇതിൽ ഓരോ ടോപ്പിക്കുകളും കാണുമ്പോൾ നമുക്ക് വായിക്കാൻ എളുപ്പമാണ്, പക്ഷെ ഇതിൻ്റെ ഉള്ളിലുള്ള പോയിന്റ്സുകൾ നമുക്ക് അത്യാവശ്യം പഠിക്കാനുണ്ട്. അപ്പൊ ഇത്രയും പോയിന്റ്സുകൾ പഠിച്ചാലും കിട്ടുന്ന എന്താണ് 10 മാർക്കാണ്. പക്ഷെ ഇവിടെ വരുമ്പം ഈ ടോപ്പിക്കുകൾ കൂടി നമുക്കിവിടെ കുറച്ച് ടോപ്പിക്കുകളേ ഉള്ളൂ. ഇത് നമുക്ക് ഈ ടോപ്പിക്കുകൾ പഠിക്കുന്ന അത്ര ബുദ്ധിമുട്ടുകൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കാനായിട്ട് വരില്ല. അപ്പം ഇതിന് നമുക്ക് തീർച്ചയായിട്ടും 10 മാർക്ക് പറയുന്നുണ്ട്. അപ്പം കൂടുതലായിട്ട് നമ്മൾ ഊന്നൽ നൽകിയിട്ട് ഈ ഒരു മേഖലയിൽ സയൻസിന് നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു മേഖലയിൽ ഊന്നൽ നൽകുക എന്നാണ് എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായം. ഇനി ബാക്കിയുള്ള 20 മാർക്ക് മാത്സ്, ബാക്കിയുള്ള 20 മാർക്ക് മാത്സ്. ഇംഗ്ലീഷ് പ്രിലിമിനറിക്ക് ഇല്ല. ഓക്കെ, ഇംഗ്ലീഷും ഇല്ല, മലയാളവും ഇല്ല. ഇനി അപ്പോൾ ഈ മാത്സിൽ വരുന്ന ഭാഗങ്ങളിൽ ലഘു ഗണിതത്തിന് 10 മാർക്കാണ്. അതുപോലെ തന്നെ മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയ്ക്ക് കൂടി 10 മാർക്ക്. അപ്പം മാത്സ് എങ്ങനെ 20 മാർക്കായി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ലസാഗു ഉസാഗ, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും, ഇതിനെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് 10 മാർക്ക്. ഇനി മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും കൂടെ ഈ പറയുന്ന ടോപ്പിക്കുകൾക്കെല്ലാം കൂടെ 10 മാർക്ക്. ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണ്ണയം, ഇതിനെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് 10 മാർക്ക്. അപ്പൊ എങ്ങനെയാണ് 100 മാർക്ക് ഒരു പ്രിലിമിനറിയിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ലോ. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മെയിൻസിന്റെ സിലബസ് ആണ്. ഏകദേശം ഈ ഒരു പ്രിലിമിനറിയിൽ വരുന്ന ടോപ്പിക്കുകൾ തന്നെയാണ് മെയിൻസിലേക്ക് വരുന്നത്. പക്ഷെ ഇംഗ്ലീഷും അവിടെ എന്താണ് LGSലേക്ക് വരുന്ന സമയത്ത് ഇംഗ്ലീഷ് ഇല്ല എങ്കിലും ഈ പറയുന്ന ടോപ്പിക്കുകളുടെ മാർക്ക് വിതരണം തമ്മിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ അതെന്താണെന്നുള്ളത് നമുക്ക് മെയിൻസിന്റെ സിലബസ് കൂടി ഒന്ന് നോക്കിയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ LGS അതിന്റെ ഒരു സിലബസിലേക്ക് നമുക്ക് പോവാം. ന്റെ സിലബസ് എന്ന് പറയുന്നത്, അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു പൊതുവിജ്ഞാനം 40 മാർക്കാണ് ഇവിടെ LGSന് കൊടുത്തിരിക്കുന്നത്. അതായത് LGSന്റെ മെയിൻ എക്സാമിന് ഇപ്പൊ കേരളത്തിൽ ഏത് തസ്തികയിലേക്കുള്ള അല്ലെങ്കിൽ ഏത് മേഖലയിലേക്കുള്ള LGS എക്സാം ആയിക്കോട്ടെ ഈ ഒരു സിലബസ് തന്നെയായിരിക്കും ഫോളോ ചെയ്യുക. വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഈ ഒരു LGSന്റെ സിലബസ് വെച്ചിട്ടാണ് യൂണിവേഴ്സിറ്റി LGSന് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ആദ്യം പൊതുവിജ്ഞാനാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രിലിമിനറിയിൽ എങ്ങനെയായിരുന്നു, ഈ പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ഭാഗത്തിന് 60 മാർക്കാണ് ഉണ്ടായിരുന്നത് അല്ലെ. പക്ഷെ ഇവിടെ എന്താണ് അത് മെയിൻസിലോട്ട് വരുമ്പോൾ 60 മാർക്ക് എന്നുള്ളത് 40 മാർക്കായിട്ട് കുറഞ്ഞു. അപ്പൊ ബാലൻസ് വരുന്ന മാർക്കുകൾ വേറെ ഏതൊക്കെ പോയിന്റ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിഷയത്തിന് വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കാൻ നമുക്ക് നോക്കാം. ഇനി അടുത്ത് പറയുന്നത് ആനുകാലിക വിഷയങ്ങളാണ്. ആനുകാലിക വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു നേരത്തെ എന്താണ് പ്രിലിമിനറിയിൽ ആനുകാലിക കറണ്ട് അഫയേഴ്സിന് വന്നിട്ടുണ്ടായിരുന്നു 10 മാർക്കായിരുന്നു. കറണ്ട് അഫയേഴ്സിന് 10 മാർക്കായിരുന്നു. പക്ഷെ മെയിൻസിലോട്ട് വരുമ്പം ആനുകാലിക വിഷയങ്ങൾക്ക് അവിടെ എന്താണ് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് 20 മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി സയൻസിന് 10 മാർക്കാണ്. അവിടെ നമ്മൾ പഠിച്ചു സയൻസിൽ ഈ പൊതുജനാരോഗ്യം കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് അവിടെ ബയോളജിക്കും പൊതുജനാരോഗ്യത്തിനും കൂടെ കൂട്ടിച്ചേർത്ത് അവിടെ ഒരു 10 മാർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് പൊതുജനാരോഗ്യം എന്ന് പറയുന്നത് 10 മാർക്കിലേക്ക് പോയി, സയൻസ് 10 മാർക്കിലേക്ക് വന്നു. പൊതുജനാരോഗ്യം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്തു കാണിച്ചിട്ട് അതിന് 10 മാർക്ക് എന്ന് പറഞ്ഞു. ഓക്കെ, അതുപോലെ മാത്സിന് ഇവിടെ വരുമ്പം 20 മാർക്ക്. അവിടെ മാത്സിന് 20 മാർക്കായിരുന്നല്ലോ. ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ്, ഈ പൊതുവിജ്ഞാനം, ആനുകാലിക വിഷയങ്ങൾ, ഇതിൽ വരുന്ന ഓരോ സബ് ടോപ്പിക് എന്തൊക്കെയാണ് അതിൽ വരുന്നത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഇവിടെ പൊതുവിജ്ഞാനത്തിൽ വരുന്നത്, ആ പൊതുവിജ്ഞാനത്തിൽ വരുന്ന 40 മാർക്കിന് ഏതൊക്കെ മേഖലകളിലേക്കാണ് മാർക്ക് ഡിവൈഡേഷൻ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവയ്ക്ക് എന്താണ് 5 മാർക്ക്. അതായത് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി. ഓക്കെ, അതിന് 5 മാർക്ക്. ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന മേഖലയാണിത്. ഇതിന് 5 മാർക്ക്. ഇനി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും. അതായത് ഇവിടെ ഇമ്പോർട്ടൻസ് ആയിട്ട് ഇവിടെ എടുത്തു പറയുന്ന ഒരു മേഖല എന്ന് പറയുന്നത് എക്കണോമിക്സ് ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം പഞ്ചവത്സര പദ്ധതികൾ, അതുപോലെ തന്നെ വിവിധ മേഖലകളിലെ പുരോഗതികൾ, സാമ്പത്തിക മേഖലയിലുള്ള പുരോഗതികൾ, അതാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഇതിന് എക്കണോമിക്സ് ആയിട്ട് കണക്കാക്കാം. അതിനൊരു 5 മാർക്ക്. ഇനി ഒരു പൗരന്റെ അവകാശങ്ങളും കടമ
കടമകളും ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾക്ക് 5 മാർക്ക്. പക്ഷെ പ്രിലിമിനറിയിൽ എങ്ങനെയായിരുന്നു? കോൺസ്റ്റിറ്റ്യൂഷന് പ്രിലിമിനറിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? 10 മാർക്കായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തിന് 5 മാർക്കാണ്. ഇനി ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ, അതായത് ഇന്ത്യൻ ജോഗ്രഫിക്ക് 5 മാർക്ക്. അവിടെ ഇന്ത്യൻ ജോഗ്രഫിക്ക് എത്രയായിരുന്നു? 10 മാർക്ക്. ഇവിടെ എത്തുമ്പോൾ ഇന്ത്യൻ ജോഗ്രഫിക്ക് 5 മാർക്കാണ്. എന്ന് കരുതി നിങ്ങൾ അവിടെ 10 മാർക്കേ ഉള്ളൂ, ഇവിടെ 5 മാർക്കുള്ളതുകൊണ്ട് നമുക്ക് അധികം പഠിക്കേണ്ട വരില്ല എന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ പ്രിലിമിനറിക്ക് എന്താണോ പഠിക്കുന്നത് അതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് വേണം നിങ്ങൾ LGS മെയിൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം. കേരളം ഭൂമിശാസ്ത്രം പരമായിട്ടുള്ള അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, മത്സ്യബന്ധനം, കായികരംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെ കുറിച്ചുള്ള അറിവ് 10 മാർക്ക്. അതായത് കേരള ജോഗ്രഫിക്ക് 10 മാർക്ക്, ഇന്ത്യൻ ജോഗ്രഫിക്ക് 5 മാർക്ക്. ഓക്കെ, അപ്പൊ കേരള ജോഗ്രഫിക്ക് ഇവിടെ 10 മാർക്ക്. ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ, നവോത്ഥാന നായകന്മാര്, അതായത് കേരള ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ കേരള റിനൈസൻസ് ലീഡേഴ്സ്, അതുപോലെ ഇന്ത്യൻ റിനൈസൻസ്, അതുപോലെ തന്നെ അതിന്റെ ലീഡേഴ്സ്, അങ്ങനെയുള്ള മേഖലകൾക്കും എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു 5 മാർക്ക്. ഓക്കെ, ഇനി ഇവിടെ ലാസ്റ്റ് പറയുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് 5 മാർക്ക്. അതായത് പ്രിലിമിനറിനേക്കാളും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ മേഖലയ്ക്ക്, അതായത് മേഖല എന്ന് പറയുമ്പോൾ സ്പോർട്സ്, ആർട്സ്, അതുപോലെ തന്നെ ലിറ്ററേച്ചർ, അങ്ങനെ നമുക്ക് പറയാം. സ്പോർട്സും ആർട്സും ലിറ്ററേച്ചറും അങ്ങനെയുള്ള മേഖലകളും എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു 5 മാർക്ക്. അപ്പൊ എങ്ങനെയാണ് ഈ 40 മാർക്കിന്റെ ഡിവൈഡേഷൻ വരുന്നത്? ഇനി പറയുന്നത് എന്താണ്? ആനുകാലിക വിഷയങ്ങൾക്ക് 20 മാർക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും മാർക്ക് നമുക്ക് കിട്ടിയല്ലോ. ഇനി നോക്കാൻ പോകുന്നത് സയൻസിന്റെ ഭാഗമാണ്. സയൻസിന്റെ ഭാഗം വരുമ്പോഴത്തേനും ജീവശാസ്ത്രത്തിന് 5 മാർക്കാണ്. ജീവശാസ്ത്രത്തിന് 5 മാർക്കുണ്ട്. മനുഷ്യശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹ്യ വനവത്കരണം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. അപ്പം ഇതിനെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് എത്രയാ? 5 മാർക്ക്. അതായത് ജീവശാസ്ത്രം, ബയോളജിക്ക് 5 മാർക്ക്. പിന്നെ പറയുന്നുണ്ട് ഭൗതികശാസ്ത്രവും രസതന്ത്രത്തിനും കൂടി 5 മാർക്ക്. ഇവിടെ നിങ്ങളൊരു ഡിഫറൻസ് നോക്കുന്നുണ്ടോ? ഇവിടെ ബയോളജിക്ക് നമ്മൾ പ്രിലിമിനറിയിലും പറഞ്ഞ പോലെ തന്നെ ബയോളജിയെ നമ്മൾ എടുത്ത് പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ LGSന്റെ മെയിൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബയോളജിക്ക് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫിസിക്സിനും കെമിസ്ട്രിക്കും കൂടെ 5 മാർക്ക് ഡിവൈഡ് ചെയ്യുമ്പം ഇവിടെ ബയോളജിക്ക് മാത്രമായിട്ടാണ് 5 മാർക്ക് കൊടുക്കുന്നത്. സോ നല്ല ഇമ്പോർട്ടൻസോടുകൂടി കുറച്ച് കൂടുതൽ ടൈം ഇരുന്ന് ഈ ഒരു ജീവശാസ്ത്രം നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മാർക്ക് നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഭൗതികശാസ്ത്രം അതുപോലെ തന്നെ രസതന്ത്രത്തിൽ വരുന്ന ടോപ്പിക്കുകൾ നോക്കാം. ആറ്റവും ആറ്റത്തിന്റെ ഘടനയും, അതുപോലെ അയിരുകളും ധാതുക്കളും, മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ഡവും, അതുപോലെ പ്രവൃത്തിയും ഊർജവും അതിന്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിൽ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയുധവും സവിശേഷതകളും, ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് 5 മാർക്ക്. ബയോളജിക്ക് മാത്രം 5 മാർക്ക്, ഭൗതികശാസ്ത്രം രസതന്ത്രത്തിനും കൂടി 5 മാർക്ക്. അത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. എന്താണ് സിലബസ്? നമ്മൾ ഏത് തസ്തികയിലേക്ക് വേണ്ടിയിട്ട് പഠിക്കുകയാണെങ്കിലും ആദ്യം അതിന്റെ സിലബസിന്റെ ഒരു കോപ്പി നിങ്ങൾ എടുത്തു വെക്കുക. എന്താണോ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകൾ അത് മാത്രം പഠിക്കുക. അവിടെ നിന്നും കുറേ ടോപ്പിക്കുകൾ എടുത്തിട്ട് ഒന്നും അറിയാതെ ഇത് വരും അത് വരുമോ എന്നൊന്നും അറിയാതെ കൂട്ടിക്കുഴച്ച് പഠിക്കാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. ഒരു സിലബസ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതിനനുസരിച്ച് മാത്രം നിങ്ങൾ ഫോളോ ചെയ്ത് പോവുക. അപ്പം അടുത്ത ടോപ്പിക്ക് നോക്കാം. പൊതുജനാരോഗ്യത്തിന് 10 മാർക്ക്. അപ്പൊ പൊതുജനാരോഗ്യം എടുത്തെടുത്ത് പറയുന്നുണ്ട്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് സാംക്രമിക രോഗങ്ങൾ, രോഗകാരികൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ, കേരളത്തിലെ സാമൂഹികക്ഷേമ പ്രവർത്തനങ്ങൾ. ഇവിടെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ നമുക്ക് 4 ടോപ്പിക്കല്ലേ ഉള്ളൂ, അതിന് 10 മാർക്ക് ഉണ്ടല്ലോ എന്ന് കരുതി നിങ്ങൾ ചാടി കയറി കുറച്ചേ ഉള്ളൂ പഠിക്കാനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അതുപോലെ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനങ്ങളും ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ പക്ഷേ ഈ ഒരു ടോപ്പിക്കിനെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ കുറച്ച് ടോപ്പിക്കുകളെ ഉള്ളൂവെങ്കിലും നമ്മൾ അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ മാർക്ക് വരുന്നത് ഏത് മേഖലയ്ക്കാണോ ആ മേഖല നോക്കി നിങ്ങൾ പ്രത്യേകം ഊന്നൽ നൽകി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി മാത്സ് നോക്കുക. മാത്സിൽ വരുമ്പം
ലഘുഗണിതം മാത്സിന് മൊത്തം 20 മാർക്ക്. അതില് ലഘുഗണിതത്തിന് 10 മാർക്ക് വരുന്നുണ്ട്. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ലസാഗു, ഉസാഗ, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗം, വർഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും തരും. പ്രിലിമിനറിയിൽ വരുന്ന ഏകദേശം അതേ സെയിം ടോപ്പിക്കുകൾ തന്നെയാണ് മെയിൻസിനും വരുന്നത്. പക്ഷെ പ്രിലിമിനറിയിൽ കൂടുതലും ചോദിക്കുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ മെയിൻസിലേക്ക് വരുന്നവരും അതിന്റെ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ മാത്സിലെ ടോപ്പിക്കുകളൊക്കെ നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇപ്പോഴത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് പഠിച്ചെടുക്കണം. ഓക്കെ, അടുത്ത മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനത്തിൽ വരുന്നത് 10 മാർക്കാണ്. അതായത് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, അതുപോലെ ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണയം. ഇതൊക്കെ പ്രിലിമിനറിയിലും വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ചും കൂടെ ഊന്നൽ നൽകിയിട്ടുമാണ് നമ്മൾ മെയിൻസിന്റെ ടോപ്പിക്ക് പഠിക്കുമ്പോൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് LGSന്റെ ടോപ്പിക്കിൽ വരുന്നത്, സിലബസിന്റെ ടോപ്പിക്കിൽ വരുന്നത്. അപ്പോൾ ആദ്യം പ്രിലിമിനറി എന്നുള്ള ഒരു കടമ്പ നമ്മൾക്ക് തീർച്ചയായിട്ടും കിടക്കണം. അതിനുശേഷം നമുക്ക് മെയിൻസിന് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന പ്രിലിമിനറിയിലുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ഏറെക്കുറെ മെയിൻസിന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ മെയിൻസിന്റെ സിലബസ് വെച്ച് തന്നെ പ്രിലിമിനറിക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് സമയനഷ്ടമോ മാർക്ക് നഷ്ടമോ ഒന്നും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. മെയിൻസിന്റെ ഏകദേശം അതേ കാര്യങ്ങൾ തന്നെയാണ് പ്രിലിമിനറിക്ക് വരുന്നത്. നിങ്ങൾക്ക് മെയിൻസിന് കുറച്ചുകൂടെ നന്നായിട്ട് അത് പ്രിപ്പയർ ചെയ്യാനായിട്ടും സാധിക്കും. നിങ്ങൾ മെയിൻസിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രിലിമിനറിക്ക് അത് ഉപകരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും പ്രിലിംസ് കിട്ടുകയും ചെയ്യും. അപ്പം എല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ തുടക്കത്തിലുള്ള ആ ഒരു ഉഷാറും അല്ലെങ്കിൽ ആ ഒരു താല്പര്യവും ഒക്കെ തന്നെ നിങ്ങൾ അവസാനം വരെയും കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ആദ്യത്തെ കുറച്ച് ദിവസം നമ്മൾ ബുക്ക് എടുത്ത് റാങ്ക് ഫയൽ എടുത്ത് പഠിച്ചത് കൊണ്ട് മാത്രം ഒരിക്കലും നിങ്ങൾക്കത് സക്സസ് ആവില്ല. കാരണം അവസാനം വരെയും ആ ഒരു സ്പിരിറ്റോട് കൂടി എടുത്തുകൊണ്ട് പഠിച്ചതൊക്കെ തന്നെ റിവൈസ് ചെയ്ത് വേണം നിങ്ങൾ ആ പരീക്ഷയുടെ ടൈം വരെ അവസാനം വരെ നിങ്ങൾ കൊണ്ടുപോകാനായിട്ട്. പിന്നെ ഇപ്പൊ നമ്മൾ സിലബസ് എടുത്തതിൽ നമ്മൾ SCERT നമ്മൾ എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും 5 മുതൽ 10 വരെയുള്ള SCERT ടെക്സ്റ്റ് ബുക്ക് PSCയിൽ വരുന്ന ചാപ്റ്റേഴ്സ്, അതായത് PSC ചോദിക്കുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. കാരണം ഇപ്പൊ ചിലർ 5 മുതൽ 7 വരെയുള്ള ഭാഗങ്ങളൊന്നും പഠിക്കില്ല. 5 മുതൽ 7ാം ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങളൊന്നും അതിലൊന്നും പഠിക്കാനില്ല, അല്ലെങ്കിൽ ഇപ്പൊ അതിലൊക്കെ എന്താ ഉള്ളത് എന്നുള്ള ചിന്തിച്ചിട്ട് പഠിക്കാതിരിക്കാം. പക്ഷെ നിങ്ങൾ അതൊരിക്കലും അത് വളരെ എന്താ പറയാ മണ്ടത്തരമായിട്ടുള്ള കാര്യമാണ്. കാരണം ബേസിക് ആയിട്ടുള്ള ഇപ്പൊ കെമിസ്ട്രി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും ബയോളജി ആണെങ്കിലും ഇനി GK ആണെങ്കിലും നിങ്ങൾക്ക് ഹിസ്റ്ററി ജോഗ്രഫി ഒക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് 5 മുതൽ 7 വരെയുള്ള സ്റ്റാൻഡേർഡ്സിൽ പറയുന്നത്. അത് പഠിച്ചു തുടങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾ മുകളിലേക്കുള്ള ക്ലാസ്സുകളിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് നിങ്ങൾക്ക് കൂടുതലും എളുപ്പമാക്കി തരുന്നതും കൂടുതൽ കാര്യങ്ങൾ എളുപ്പത്തിൽ ഉയർന്ന ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മളുടെ ചാനലിൽ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ അതുപോലെ തന്നെ SCERT ചാപ്റ്റേഴ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യസമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ടാറ്റ, ബൈ ബൈ.